മുഖ്യമന്ത്രിയുമായി സീറ്റ് പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തുടർ ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ഉദ്ദേശവും ഇതുതന്നെയായിരുന്നു. ഇനി രാജ്ഭവൻ പിണറായിയെ നയിക്കും. അങ്ങനെ പിണറായി മൂന്നാമതും അധികാരത്തിലെത്തും. ബി.ജെ.പി. ശ്രദ്ധേയമായ നേട്ടം കാഴ്ചവെക്കും. കേരള സർക്കാർ നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനിടെ മോദി സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ മുൻകൈയെടുത്തത് RSS ആണ്. ബി.ജെ.പി. നേതാക്കളെ പോലും അറിയിക്കാതെ നടക്കുന്ന പുതിയ തന്ത്രത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ പോലും ബന്ധമില്ല. മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ MP-മാരുടെ കോൺഫറൻസിൽ ഇവരോട് പങ്കെടുക്കാൻ ബി.ജെ.പി. ആവശ്യപ്പെട്ടതുമില്ല. രാജഗോപാലിലും സുരേഷ് ഗോപിയിലും ഒതുങ്ങിയ കേരള ബി.ജെ.പിയെ രണ്ടക്ക നമ്പറിൽ എത്തിക്കാനുള്ള തന്ത്രം RSS നേതൃത്വമാണ് നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വിമാനത്തിൽ വെച്ച് 3 മണിക്കൂറോളം ചർച്ച നടന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞത്. ആർലേക്കറെ കേരള ഗവർണറായി എത്തിച്ചത് RSS ആണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്. ദീർഘകാലം RSS പ്രചാരകനായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ 1989-ലാണ് ബി.ജെ.പി. അംഗത്വം എടുക്കുന്നത്. ഗോവ ബി.ജെ.പി. ജനറൽ സെക്രട്ടറി, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, ബി.ജെ.പി. സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല RSS നേതാക്കളുമായി പുതിയ ഗവർണർക്കും അടുത്ത ബന്ധമുണ്ട്. ബി.ജെ.പി. നടപ്പിലാക്കുന്നത് RSSന്റെ ആശയങ്ങളാണ്. കേരളം പിടിക്കുക എന്നത് RSSന്റെ അജണ്ടയാണ്. ആർലേക്കർ 2002-ൽ ഗോവ നിയമസഭാ അംഗമായി. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രിയായി. ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി പ്രഖ്യാപിച്ചത്. 2015-ൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണെന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന. ഡിസംബർ 22-ന് ഗോവയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ആർലേക്കർ പറഞ്ഞു. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും ആർലേക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട നിതീഷ് കുമാർ സർക്കാരുമായി ആർലേക്കർ കൊമ്പുകോർത്തിരുന്നു. 1 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് കെ. സുരേന്ദ്രന്റെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതെല്ലാം ആർലേക്കർ നികത്തും. ഇനി പറയുമോ ചുമ്മാതാണോ നിർമ്മല സീതാരാമൻ പിണറായിയെ കാണാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നത്? അതാണ് RSS. സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ഡൽഹി കൊച്ചിൻ ഹൌസിലെ വേമ്പനാട്ട് സ്യൂട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിങ്കളാഴ്ച നടത്തിയ വിമാനയാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ നടത്തിയ 3 മണിക്കൂർ ചർച്ചയെ ഫലപ്രദമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിശേഷിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടത്തിയ അത്താഴ വിരുന്നിലാണ് ഗവർണർ ഇക്കാര്യം അറിയിച്ചത്. താനും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും നേരിൽ കണ്ടില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ഫോണിൽ ആശയവിനിമയം നടത്താറുണ്ടെന്നും ഗവർണർ MP-മാരെ അറിയിച്ചു. കവടിയാറിൽ നിന്ന് പട്നയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ മാറ്റപ്പെട്ടതോടെ ക്ലിഫ് ഹൌസും രാജ്ഭവനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുതിയ മാനമാണ് ഗവർണർ ആർലേക്കർ പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ MP-മാരുടെ വിലയിരുത്തൽ.